ഏവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. സ്വന്തം കുഞ്ഞിനെ പോലും വലിച്ചെറിയാൻ തോന്നി. ഭീകരമായിരുന്നു ആ അവസ്ഥ. അമ്മ മനസ്സിലെ വ്യാകുലതകൾ. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പലരും നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സ്ത്രീ പ്രസവിച്ചു കഴിയുമ്പോൾ അവളിൽ ഉണ്ടാകുന്ന മാനസിക വെല്ലുവിളികൾ മനസ്സിലാക്കാൻ പലപ്പോഴും മാതാപിതാക്കൾ മുതൽ സ്വന്തം ജീവിത പങ്കാളി വരെ തയ്യാറാകില്ല. ഉറക്കം കെടുത്തുന്ന രാത്രികളും പതിവിൽ നിന്നും വിപരീതമായ ഒരു കുഞ്ഞിന് വേണ്ടി പല കാര്യങ്ങളും ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റേണ്ടതായി വരുമ്പോൾ പല സ്ത്രീകളിലും മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നു. വീട്ടുകാരിൽ നിന്നും യാതൊരു പരിഗണനയും ലഭിക്കാതാകുന്നതോടെ പല സ്ത്രീകളും തളരുന്നു. അവരുടെ മാനസികാവസ്ഥ മൊത്തത്തിൽ മാറുന്നു. ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനോടെ കടന്നു പോകുന്ന അനേകം സ്ത്രീകളുണ്ട് നമുക്കിടയിൽ. കുഞ്ഞുങ്ങളുടെ വരവ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ വഴിത്തിരിവാണ്, വലിയൊരു നാഴികക്കല്ല്. ഒരുപാട് സന്തോഷങ്ങളും കൂടുതൽ ഉത്തരവാദിത്വങ്ങളും ഒപ്പം കുറെ ആശങ്കകളും അച്ഛനമ്മമാർക്ക് നൽകിക്കൊണ്ടാണ് ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത്. മാനസികവും ശാരീരികവും സാമൂഹികവുമായി വളരെയധികം മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ആദ്യമായി അമ്മയാകുന്നവർ ഗർഭകാലത്തും പ്രസവാനന്തരവും വലിയ തോതിലുള്ള വൈകാരിക അനുഭവങ്ങളിലൂടെ കടന്നുപോകും. പ്രതീക്ഷകളും ആവേശങ്ങളും ആനന്ദവും സാഫല്യവും മനസ്സിൽ നിറയുന്നതോടൊപ്പം തന്നെ ഉത്കണ്ഠയും അസ്വസ്ഥതയും നിരാശയും ആശയക്കുഴപ്പങ്ങളും കുറ്റബോധവും കടന്നുകയറ്റം നടത്തിയേക്കാം. അതിന്റെ തോത് പലരിലും പലതരത്തിലായിരിക്കും എന്ന് മാത്രം. ഗർഭകാലത്ത് തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഗർഭകാലത്തും പ്രസവശേഷവും സെക്സ് ഹോർമോണുകളായ ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും അളവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, ജീവിത അനുഭവങ്ങൾ, ചുറ്റുപാടുകൾ എന്നിവയെല്ലാം വൈകാരികമായ മാറ്റങ്ങൾക്ക് ചരട് വലിക്കുന്നു. ഈ സമയം അമ്മമാരുടെ മനസ്സ് ചെറുതും വലുതുമായ സമ്മർദ്ദങ്ങൾക്കും മാനസിക ആരോഗ്യ അവസ്ഥകൾക്കും പെട്ടെന്ന് വിധേയമായേക്കാം. എന്നാൽ വലിയൊരു ശതമാനം സ്ത്രീകൾക്കും പ്രസവാനന്തരം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ മറികടക്കാൻ ശരിയായ സഹായമോ പരിഗണനയോ കിട്ടാതെ പോകുന്നു. മറ്റേണിറ്റി ബ്ലൂസ് കുഞ്ഞുണ്ടായി 2-3 ദിവസങ്ങൾക്കുള്ളിൽ പ്രത്യക്ഷമാകുകയും ഏറിയാൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നതാണ് ബേബി ബ്ലൂസ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ അവസ്ഥ. കൂടെയുള്ള കരച്ചിൽ, ഇടയ്ക്കിടെ മാറി മറിഞ്ഞു വരുന്ന അനിയന്ത്രിതമായ സന്തോഷം, ദേഷ്യം, ഉത്കണ്ഠ, സംഭ്രമം എന്നിവയാണ് ലക്ഷണങ്ങൾ. അസ്വസ്ഥതാജനകമാണെങ്കിലും പൊതുവെ പൊതുമാതാക്കളുടെ സാമൂഹികവും തൊഴിൽപരവുമായ ഇടപെടലുകളെ താറുമാറാക്കാതെ കടന്നു പോകുന്ന അവസ്ഥയാണ് ഇത്. ആദ്യത്തെ 5 ദിവസങ്ങളിൽ ലക്ഷണങ്ങൾ അവയുടെ മൂർധന്യത്തിലെത്തും. അധികം ആളുകളിലും അമിതമായ മാനസിക പിന്തുണ നൽകിയാൽ കാര്യമായ ചികിത്സകളൊന്നും കൂടാതെ തന്നെ കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തും. എന്നാൽ 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ബേബി ബ്ലൂസ് കൂടുതൽ ഗുരുതരമായ വൈകാരിക പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ചേക്കാം. പ്രസവ സമയത്തെ ശാരീരിക അസ്വസ്ഥതകളും തുടർന്നുള്ള സമ്മർദ്ദങ്ങളും അനിശ്ചിതാവസ്ഥകളും ഹോർമോണുകളുടെ കയറ്റിയിറക്കങ്ങളുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പ്രസവശേഷം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മാനസികാവസ്ഥയാണ് ഇത്. കുഞ്ഞുണ്ടായി 2-3 ദിവസം മുതൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകും. എപ്പോഴുമുള്ള സങ്കടാവസ്ഥ, ഏറ്റവും ആസ്വദിച്ചിരുന്നതും പ്രിയപ്പെട്ടതുമായ കാര്യങ്ങളോട് പോലും താല്പര്യമില്ലായ്മ, കഠിനമായ ക്ഷീണം, തളർച്ച, ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയില്ലായ്മ, സഹായിക്കാൻ ആരുമില്ലെന്നുള്ള ഒരു തോന്നൽ, സ്വയം മതിപ്പില്ലായ്മ, മരണചിന്തകൾ, ആത്മഹത്യാ പ്രവണതകൾ, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഇങ്ങനെ സാധാരണ വിഷാദ രോഗത്തിന്റെ പ്രശ്നങ്ങൾ ഇവിടെയും പ്രകടമാകും. അതോടൊപ്പം തന്നെ നവജാത ശിശുവുമായി ബന്ധപ്പെട്ട അശുഭ ചിന്തകൾ, കുഞ്ഞിന്റെ സംരക്ഷണത്തെയും പരിചരണത്തെയും കുറിച്ചുള്ള ആദിയും പരിഭ്രമവും, അമ്മ എന്ന നിലയിൽ തന്റെ കഴിവില്ലായ്മകളെ കുറിച്ചുള്ള ആശങ്കയും കുറ്റബോധവും കൂടി ചേർന്നാൽ ഇത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനായി. 100-ൽ 15 അമ്മമാരും ഈ അവസ്ഥയ്ക്ക് കീഴ്പ്പെടാറുണ്ട്. സാധാരണ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് മതിയായ ചികിത്സ നൽകിയില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമായേക്കാം. അങ്ങനെയുള്ളവർ 1 വർഷമോ അതിലധികമോ ഈ അവസ്ഥ നീണ്ടു നിൽക്കാം. ഗർഭാവസ്ഥയിൽ അതിനു മുമ്പോ വിഷാദ രോഗമുള്ളവർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് 25% കൂടുതലാണ്. ഒരു തവണ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നിട്ടുള്ളവർക്ക് അടുത്ത പ്രസവത്തോടനുബന്ധിച്ചും ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത 50% വരെ അധികവുമാണ്. എന്താണ് ചികിത്സ? ലഘുവായിട്ടുള്ള ലക്ഷണങ്ങളെ ഉള്ളൂ എങ്കിൽ സാധാരണ റിലാക്സേഷൻ ടെക്നിക്കുകൾ, യോഗ പോലുള്ള എക്സസൈസ്, സ്പീഡ് ബ്രീത്തിങ് എക്സസൈസ് എന്നിവ ചെയ്യാം. ധ്യാനത്തോടൊപ്പം തന്നെ എക്സസൈസ് കൂടെ ചെയ്യുക. 20 മിനിറ്റ് വാക്കിംഗ് ചെയ്യാം. 20 മിനിറ്റ് നല്ല സ്പീഡിൽ വിയർക്കുന്നവരെ നടക്കുക. എക്സസൈസ് വഴിയും റിലാക്സേഷൻ ടെക്നിക്ക് വഴിയും ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നമ്മുടെ തലച്ചോറിൽ നടക്കുന്നുണ്ട്. ആ കെമിക്കലുകൾ പുറത്തേക്ക് വരുന്നതോടൊപ്പം തന്നെ വിഷാദഭാവവും നമ്മളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തയും ഒക്കെ ഒരുപാട് വ്യത്യാസം വരും. ഇത്തരം ചികിത്സാ രീതികളാണ് മൈൽഡ് ആയിട്ടുള്ള ഡിപ്രഷൻ നൽകുന്നത്. എന്നാൽ ലക്ഷണങ്ങൾ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് തന്നെ വേണം. ആന്റി
ഡിപ്രസ് എന്നാണ് ആ മരുന്നുകളുടെ പേര്. സൈക്യാട്രിസ്റ്റുകളാണ് ഇത് കൊടുക്കുന്നത്. സൈക്യാട്രിസ്റ്റ് പറയുന്ന അത്രയും കാലത്തേക്ക് പറയുന്ന അളവിൽ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഏറെക്കുറെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗമാണ് വിഷാദ രോഗം. പലപ്പോഴും വിഷാദ രോഗം തിരിച്ചറിയപ്പെടാതെ പോയാൽ അതിന്റെ പരിണിത ഫലങ്ങൾ ആത്മഹത്യയാണ്. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. കുഞ്ഞ് ജനിച്ച് 2 ആഴ്ച മുതൽ 3 മാസം വരെയുള്ള കാലയളവിൽ ഈ അവസ്ഥ ഉണ്ടാകാം. പെടുന്നതിനുമേ ഉണ്ടാകുന്ന ഭയം, എത്ര തിരുത്തിയാലും വിശദീകരിച്ചാലും മാറാത്ത അകാരണമായ സംശയങ്ങൾ, അസ്വാഭാവികമായ പെരുമാറ്റങ്ങൾ, മറ്റുള്ളവർ തന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള തോന്നൽ, പരസ്പര ബന്ധമില്ലാത്ത സംസാരം, മറ്റേതോ ലോകത്തെന്ന പോലെയുള്ള മൂകത, ആരും സമീപത്തില്ലെങ്കിലും പേടിപ്പെടുത്തുന്ന സംഭാഷണങ്ങളും അജ്ഞതകളും കേൾക്കുന്നു എന്ന തോന്നൽ, മുലയൂട്ടാനും കുഞ്ഞിനെ പരിചരിക്കാനും പേടിയും വിസമ്മതവും, ഈ കുഞ്ഞു തന്റേതല്ല എന്നും ഏതോ ദുഷ്ടശക്തി രൂപം മാറി വന്നതാണെന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇവരെ കേൾക്കാനും ഏത് സന്ദർഭത്തിലും ഒപ്പം നിൽക്കാനും ഒരാൾ ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ മാനേജ് ചെയ്യാൻ സാധിക്കും. ആ മാനസികാവസ്ഥ ആലോചിക്കാൻ തന്നെ പലർക്കും ഇന്ന് പേടിയാകും. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.